അപ്പൊ എൻ്റെ പാപത്തിന്റെ ശിക്ഷ പാപമില്ലാത്തവൻ ഏറ്റത് വഴി ആ നിയമത്തിന് അവിടെ നിവർത്തി വന്നു. എൻ്റെ ഭാരം പുള്ളി അങ്ങേറ്റു. ആ ഭാരത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെങ്കിൽ പിന്നെ ഞാൻ സ്വതന്ത്രനല്ലേ? ഇതാ മനുഷ്യനുള്ള ദൈവത്തിന്റെ നീതി. കാരണം ഞാൻ പാപിയായി തീർന്നത് ഞാൻ മുഖാന്തരമല്ലല്ലോ, ആദം മുഖാന്തരമല്ലേ? അപ്പൊ ഒരു മനുഷ്യൻ ചെയ്ത പാപത്താൽ സർവ്വഭൂമി നശിച്ചു പോയെങ്കിൽ ഒരേ ഒരു പുരുഷൻ ചെയ്ത അനുസരണത്താൽ ഈ സർവ്വഭൂമിയെ രക്ഷിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം പ്രസംഗിക്കുന്നത്. ഞാനോ കഥാപാലിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ പ്രസംഗിക്കുന്നതിന്റെ കാര്യം, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള സുവിശേഷം കള്ളു കുടിക്കലെന്ന് പറയുന്നത് അത് സുവിശേഷമല്ല. യേശുക്രിസ്തുവിനെ പ്രസംഗം, അവന്റെ ക്രൂശീകരണം പ്രസംഗിക്കണം. നിന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റെന്ന് പ്രസംഗിക്കുമ്പോൾ ഒരുത്തൻ അത് കേട്ടിട്ട് നിലവിളിക്കണം, കർത്താവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഇതാ രക്ഷ എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ ആദം ചെയ്ത പാപം കൊണ്ടാണ് ഞങ്ങളെല്ലാം തെറ്റിപ്പോയെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? അതിന് പരിഹാരം ദൈവം വരുത്തിയല്ലോ. ഇപ്പം മോളെ നീ എന്തെങ്കിലും കഴിച്ചോ, നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ അമ്മ എനിക്കൊന്നും ഇന്ന് ഉണ്ടാക്കി തന്നില്ല, മോക്കിത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം വന്നില്ലേ? അവൾക്ക് ഭക്ഷണം കിട്ടിയാൽ പോരെ? എനിക്ക് വേണ്ട, എനിക്ക് അമ്മ തന്നെ ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഇവള് വിശന്നിരിക്കത്തല്ലേ ഉള്ളൂ. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. ഞാൻ തന്നെ എൻ്റെ പാപത്തിന്റെ പരിഹാരം വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ഹിന്ദുക്കൾ ഉൾപ്പെടെ നോയമ്പാചരിക്കുന്നത്. മനസ്സിലല്ലേ? പോഷന്മാരാ. എന്നാൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കണം, എന്നിട്ട് ആ സ്നാനം ഏൽക്കണം. അപ്പൊ യേശുക്രിസ്തു ആർക്ക് വേണ്ടി അപ്പം മരിച്ചത്? എൻ്റെ പാപത്തിന്റെ ശിക്ഷ. കാരണം പാപം ഞാൻ ചെയ്തു, എനിക്ക് പകരക്കാനായിട്ടാണ് ക്രിസ്തു മരിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറ് വിശ്വസിക്കുന്നു, സാറിന് വേണ്ടിയിട്ടാണ് മരിച്ചത്. അപ്പൊ എന്റെയും സാറിന്റെ അപ്പൻ ആദമായതുകൊണ്ട് എന്റെയും സാറിന്റെയും വീണ്ടെടുപ്പുകാരൻ ക്രിസ്തുവാണ്. ഒരുത്തനിൽ നിന്ന് പാപം വന്നെങ്കിൽ ഒരുത്തനിൽ നിന്ന് പാപമോചനം വന്നു. കണ്ട, ഒരുത്തനിൽ നിന്ന് നാശം ഇറങ്ങി വന്നെങ്കിൽ ഒരുത്തനിൽ നമുക്ക് രക്ഷയും വന്നു. രണ്ടുപേരില്ലല്ലോ, ഒത്തിരി പേരിൽ കൂടെ അല്ലല്ലോ പാപം വന്നേ, ഒരുത്തനിൽ കൂടെ അല്ലേ പാപം വന്നത്. അതുകൊണ്ട് രക്ഷ ഒരുത്തൽ കൂടി വന്നു. അപ്പൊ ഒരുത്തനിൽ നിന്ന് നമ്മൾ പാപവും പാപത്താൽ മരണവും വന്നെങ്കിൽ അവന്റെ അനുസരണ കഴിഞ്ഞാൽ ഇതാ ഒരുത്തന്റെ അനുസരണ നിമിത്തം അവരിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും ദൈവത്തിലേക്കുള്ള വീണ്ടെടുപ്പും സാധ്യം. ഒരുത്തൻ നമ്മളെ കുഴിയിലേക്ക് തള്ളിക്കളഞ്ഞെങ്കിൽ ഒരുത്തൻ നമ്മളെ കുഴിയിൽ നിന്നെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി. അതുകൊണ്ട് യേശുക്രിസ്തു ഇല്ലാത്തവർക്ക് ദൈവം ഇല്ല, യേശുക്രിസ്തു അംഗീകരിക്കാത്തവർക്ക് ദൈവം ഇല്ല. ഏതവനും യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്നവരും ദൈവത്തിന്റെ മക്കളായിട്ട് തീരുക. അവന്റെ നാമം കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളായിട്ട് തീരുവാൻ. അപ്പൊ മക്കളെന്ന് പറഞ്ഞ അവകാശികളല്ലേ? ഇപ്പൊ ഞാൻ സാറിന്റെ കൂടെ അങ്ങ് നടക്കുക, സാറിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഇഷ്ടം ഞാൻ ചെയ്യുക, എന്റെ പ്രാണനെ തന്നെ വെച്ചങ്ങ് രക്ഷിക്കുക. എടാ, സാർ ഒരിക്കൽ മരിച്ചപ്പോൾ ബില്ല് പരിശോധിച്ചപ്പോൾ സ്വത്ത് മുഴുവൻ മോന്റെ പേരിൽ, എനിക്കൊന്നുമില്ല. അവൻ എനിക്ക് ഒത്തിരി സഹായിച്ചു, ഒരു 2 ലക്ഷം രൂപ അവന് കൊടുത്തേക്കാൻ പറഞ്ഞു, ഒരു എവിടെയെങ്കിലും കുറിച്ച് വെക്കത്തേ ഉള്ളൂ അല്ലേ? പക്ഷെ അവകാശമാർക്കാം. അപ്പൊ എന്താണ്? അവന്റെ നാമം കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് സ്വർഗത്തിൽ അവകാശം കിട്ടിയെന്ന്.